അപ്പോൾ നോക്കിക്കോളൂ. നെക്സ്റ്റ് ഹെഡിങ് എഴുതേണ്ടത് ഈ എലിമിനേഷൻ അല്ലല്ലോ, സോറി, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. രണ്ടാമത്തേത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എപ്പോഴും മനസ്സിലാക്കിക്കോണം. ഹാലോജൻസ്, അതായത് ബെൻസീൻ റിങ്ങിലുള്ള ഹാലോജൻസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയിരിക്കും. ഈ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പോൾ ഇതാണല്ലോ നമ്മുടെ ബെൻസീൻ റിങ്. ഇന്ന് വരയ്ക്കേണ്ട, എഴുതാനുള്ള ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ബെൻസീൻ റിങ്, ഇതാണ് നമ്മുടെ ക്ലോറിൻ. ഇതിൻ്റെ ഈ പൊസിഷനാണ് ഓർത്തോ പൊസിഷൻ എന്ന് പറയുന്നത്, ഈ പൊസിഷനാണ് മെറ്റാ പൊസിഷൻ എന്ന് പറയുന്നത്, ഈ പൊസിഷനാണ് പാരാ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ക്ലോറിൻ, ബെൻസീൻ റിങ്ങിലുള്ള ക്ലോറിൻ എന്താണെന്നറിയാമോ? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. അതായത് വരുന്ന ആൾക്കാരോട് ഈ ക്ലോറിൻ പറയും, എൻ്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും പോയി ഇരുന്നോടാ. അങ്ങനെയാണ് ഇലക്ട്രോഫൈൽ അവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ആരാ? ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇലക്ട്രോൺ ലവിങ്. നിങ്ങൾ നോക്കിയേ, നമ്മൾ നേരത്തെ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചപ്പോൾ എവിടൊക്കെയായിരുന്നു ഇലക്ട്രോൺ ഉള്ളത്? ഇവിടെയും ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഇവിടെയും ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഇവിടെയും ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, കേട്ടോ. അപ്പോൾ ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാനുള്ള കാരണം, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാനുള്ള കാരണം ഇതാണ്. ക്ലോറിൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും വരുന്ന ആൾക്കാരോട് വന്നിരിക്കാൻ പറയും. അതിന് കാരണം ഇലക്ട്രോഫൈലാണ് വരുന്നത് എങ്കിൽ ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ് ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഇരിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ അവിടെ വന്നിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് റിയാക്ഷൻ എഴുതാം. ആദ്യം നിങ്ങൾ ഇലക്ട്രോഫൈൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതിക്കോണം. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ലവിങ് ആണ് എന്നുള്ള കാര്യം എഴുതുക. എന്നിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക, ഹാലോജൻസ് ആർ ഡോട്ട് ഇട്ട് എഴുതുക ഹാലോജൻസ്. നന്ദിത ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹെഡിങ് എഴുതുക, ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ് എഴുതുക, എന്നിട്ട് ഡോട്ട് ഇട്ടിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതുക. പെട്ടെന്ന് എഴുതണേ. ഹാലോജൻസ് ആർ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഡോട്ട് ഇട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എഴുതാം. ഇൻ ഹാലോ അരീൻ halogens have നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. കഴിഞ്ഞ വർഷം നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാൽ അതിനകത്ത് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് നെഗറ്റീവ് ഐ ഇഫക്റ്റും പോസിറ്റീവ് ഐ ഇഫക്റ്റും. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും പറഞ്ഞുതരാം. നോക്കിയോ, ദാറ്റ് ഈസ് halogen is an electron withdrawing group. Electron withdrawing group. അതായത് നമ്മൾ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന പറയുമ്പോൾ ഇലക്ട്രോണിനെ വലിച്ചെടുക്കുന്ന ഗ്രൂപ്പാണ്. ഇലക്ട്രോണിനെ നമ്മൾ നേരത്തെ NO2 കൊടുത്ത് എന്തിനു വേണ്ടിയായിരുന്നു? അവിടെയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റീനെ കുറയ്ക്കാൻ, അതായത് ആ ഇലക്ട്രോണിനെ NO2 വലിച്ചെടുക്കും, അതിനു വേണ്ടിയാണ്. അതേപോലുള്ള ഗ്രൂപ്പാണ് ഹാലോ അലിനിൽ ഹാലോജൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ എന്ത് സംഭവിക്കും? സോ ഇറ്റ് ഡിക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ബെൻസീൻ. സോ halo arines are less reactive than benzene. അതായത് ഹാലോ അരീൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് ഹാലോജൻ വരുന്നത്, ബെൻസീൻ നോർമൽ ഇങ്ങനെ. അതായത് ഹാലോ അരീനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ ഹാലോ അരീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ ബെൻസീൻ. ബെൻസീനെ കാട്ടിലും ലെസ് റിയാക്റ്റീവ് ആണ് ഹാലോ അരീൻ എന്ന് പറയുന്നത്. ഏത് റിയാക്ഷനാ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താൻ വേണ്ടി ബെൻസീനാണ് ബെസ്റ്റ്.
കമ്പയറിങ് വിത്ത് ഹാലോ അരീൻ. കാരണം എന്താണെന്നറിയോ, ഇത് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുന്ന ഗ്രൂപ്പാണ് ഹാലജൻ വരുന്നത്. റെസനൻസ് മൂലം അവിടെ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. ഓക്കെ, അതായത് പോസിറ്റീവ് ഐ ഇഫക്റ്റും നെഗറ്റീവ് ഐ ഇഫക്റ്റും രണ്ടും പഠിച്ചു വെച്ചേക്കണം. അത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ലെസ് റിയാക്റ്റീവ് ദാൻ ബെൻസീൻ towards electrophilic substitution reaction. Substitution reaction. ഓക്കെ, ഇനി ഓരോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമിൽ ഒറ്റ റിയാക്ഷൻ പഠിച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാം ബോണസ് ആണ്, പോക്കറ്റിൽ ഇട്ടാൽ മതി എടുത്ത്. അപ്പം നോക്കിക്കോളൂ, ഞാൻ ഒരു ഹാലോ ആൽക്കേൻ വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിള് എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് 1 എന്നിട്ടിട്ട് ഹാലോജനേഷൻ എന്നിട്ട് ഹാലോജനേഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ ഫസ്റ്റ് റിയാക്ഷനാണ് ഹാലോജനേഷൻ. ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്ക് എല്ലാ ചാപ്റ്ററിലും പഠിക്കാനുണ്ട് കേട്ടോ. ഒരേ പാറ്റേൺ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിലും നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നൊരു സംഭവമായിരിക്കും അത്. അപ്പം ഹാലോജൻ നോക്കിക്കോളൂ, ഇത് Cl. ഇതിനകത്ത് ഹാലജനെ ആഡ് ചെയ്യാൻ പോവാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, റിയാക്ഷൻ ഗീവ്സ് കൊടുത്തു. ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ Cl2 ആഡ് ചെയ്യാൻ പോവാം. അതായത് ഈ ക്ലോറോ ബെൻസീനകത്തോട്ട് ക്ലോറിനെ ആഡ് ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാലജനെ ആഡ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇത് നടക്കണമെങ്കിൽ ഒരു റിയജന്റ് കൂടെ വേണം. അൺഹൈഡ്രസ് AlCl3 ഇതിൻ്റെ കൂട്ടത്തിൽ വേണം. അഥവാ FeCl3 ആണെങ്കിലും മതി, അൺഹൈഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ കണ്ടന്റ് ഇല്ലാത്തത് എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അറിയാമോ? 2 പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഒരു അനുഗ്രഹ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു കേട്ടോ. കുറച്ച് സ്ഥലം ഇട്ടിട്ട് ഓക്കെ നോക്കിയോ. അപ്പം 2 പ്രൊഡക്റ്റ് ഉണ്ടാവും. ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാമോ? അപ്പം ഒരു പ്രൊഡക്റ്റ് ദണ്ട് ഇവിടെ Cl വന്നു, ഇതിനകത്ത് ഒരു Cl ദണ്ട് ഓർത്തോ പൊസിഷനിൽ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇവൻ്റെ പേര് 1,4-ഡൈക്ലോറോ ബെൻസീൻ എന്ന് വരും. 1,2 ആണ്, 1,2-ഡൈക്ലോറോ ബെൻസീൻ എന്ന് വരും. പ്ലസ്, അതായത് ക്ലോറിൻ ഇൻ ബെൻസീൻ റിംഗ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വരുന്ന ആളിനെ എന്ത് ചെയ്യും? ഓർത്തോ പൊസിഷനിൽ കൊണ്ടിരുത്തും. ഒരാളെ ഓർത്തോ പൊസിഷനിലും അടുത്ത ആളിനെ പാരാ പൊസിഷനിലും കൊണ്ടിരുത്തും. നോക്കിക്കോ, ഇവിടെ ക്ലോറിൻ ആൻഡ് ഇവിടെ ക്ലോറിൻ. ഇത് 1,4-ഡൈക്ലോറോ ബെൻസീൻ. ഇതാണ് റിയാക്ഷൻ. ഇതിനകത്ത് പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. കാരണം അവരുടെ സിമെട്രി കൊണ്ടാണ് എന്താണ് നമ്മൾ പറഞ്ഞോളൂ. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ആർക്കും കാണാൻ പറ്റുന്നില്ലേ? ആർക്കാ കാണാൻ പറ്റാത്തെന്ന് പറഞ്ഞേ? ഇപ്പൊ കാണാമോ? ആരായിരുന്നു അത് പറഞ്ഞേ? ഹലോ കുഞ്ഞുങ്ങളെ, ആരായിരുന്നു? അനുഗ്രഹ. ഓക്കെ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കാണത്തില്ലേ? ആരോൺ? ഓക്കെ, നോക്കിക്കോളൂ. അപ്പം ഇത് എഴുതുക. അതായത് ഹാലോജനേഷൻ, ഒരു ഹാലോ അരീനെ നമ്മൾ എടുത്തിട്ട് ഹാലോജനേഷൻ ചെയ്യാണ്. അപ്പോൾ ആ ഹാലജൻ അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിലാണ് ചെയ്യുന്നത്. അപ്പം ആ ക്ലോറിൻ 2 ക്ലോറിനിൽ ഒരു ക്ലോറിൻ വന്നിട്ട് ഹാലോ അരീൻ്റെ ഓർത്തോ പൊസിഷനിലും മറ്റേത് വന്നിട്ട് ഹാലോ അരീൻ്റെ പാരാ പൊസിഷനിലും വന്നിരിക്കുന്നു. അതിൽ പാരാ ഐസോമറാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. അടുത്ത ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്ന് അറിയാമോ? നൈട്രേഷൻ എന്ന് പറയും. നൈട്രേഷൻ സെയിം റിയജന്റ് ആണ്. നമ്മൾ ഒരു ഹാലോ അരീൻ എടുക്കുന്നു. അതായത് Cl. ഇത് നൈട്രേറ്റ് മിക്സ്ചർ എന്ന് പറയുന്നൊരു മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചർ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് HNO3 പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4 ആയിരിക്കും
നമ്മൾ നൈട്രേറ്റിംഗ് മിക്സർ എന്ന് പറയാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്താൽ മാത്രമേ നൈട്രേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ നൈട്രേഷൻ നടക്കുമ്പോൾ എന്താണ് ആഡ് ആവുന്നതെന്ന് അറിയാമോ? ഓർത്തോ പാരാ പൊസിഷനിൽ NO2 ഗ്രൂപ്പ്, ഒരു കോമ്പൗണ്ടിൽ NO2 ഇവിടെയും ഒരു കോമ്പൗണ്ടിൽ NO2 വേണ്ട ഇവിടെയും വരും. അപ്പം ഇവൻ്റെ പേര് ഒന്ന് ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീൻ, ഇവിടെ പാരാ നൈട്രോ ക്ലോറോബെൻസീൻ. അപ്പോൾ കണ്ടോ ആ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കണ്ടോ? അപ്പോൾ ഇലക്ട്രോഫൈൽ എന്താണ്, അല്ലെങ്കിൽ ഈ വരുന്ന ഗ്രൂപ്പിലെ ആരാണെങ്കിലും അവർ ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും ഇരിക്കും. നൈട്രേഷൻ ആണ് നടക്കുന്നതെങ്കിൽ NO2 ആഡ് ആവും. ഹാലജനേഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഹാലജൻ ആഡ് ആവും. ഇനി അടുത്ത നമുക്ക് സൾഫോണേഷൻ ആണ് പഠിക്കാനുള്ളത്. നോക്കിക്കോളൂ, അതും സെയിം സാധനം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. മൂന്നാമത്തേത് സൾഫോണേഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളൊരു ഹാലോ അരീൻ എടുക്കുന്നു. അതിനകത്ത് സൾഫോണേഷൻ നടക്കണമെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4 മാത്രം ചേർത്താൽ മതി. അപ്പം ഓർത്തോ പാരാ പൊസിഷനിൽ ആരാ വരുന്നതെന്നും കൂടെ നിങ്ങൾ നോക്കിക്കോണം. അതായത് ഇവിടെ Cl, ഇവിടെ ഒരു SO3H ഗ്രൂപ്പ് കാണാൻ അങ്ങ് പഠിച്ചോണം. സൾഫോണേഷൻ നടന്നു കഴിഞ്ഞാൽ SO3H ഗ്രൂപ്പ്, നൈട്രേഷൻ നടന്നു കഴിഞ്ഞാൽ NO2 ഗ്രൂപ്പ്, ഹാലജനേഷൻ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹാലജൻ. പ്ലസ് ഇവിടെ എന്താ, ഇവിടെ പാരാ പൊസിഷനിലും എന്താണ് ഒരു SO3H ഗ്രൂപ്പ് വരുന്നു. ഇനി ഇവൻ്റെ പേര് നമുക്ക്, ഞാൻ പറഞ്ഞായിരുന്നു നെയിമിംഗ് ഒക്കെ പഠിപ്പിച്ച സമയത്ത് ഗ്രൂപ്പുകൾ വരുമ്പോൾ നമുക്ക് പല രീതിയിൽ നെയിം ചെയ്യാൻ പറ്റും. പല രീതിയിൽ നെയിം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താ, ഇവനെ മെയിൻ ആക്കിയിട്ട് ഇവനെ ബ്രാഞ്ച് ആക്കിയിട്ട് നെയിം ചെയ്യാം. അതേപോലെ തന്നെ ഇവനെ മെയിൻ ആക്കിയിട്ട് ഇവനെ ബ്രാഞ്ച് ആക്കിയിട്ട് നെയിം ചെയ്യാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് 2 ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇത് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പാണ്. SO3H ഗ്രൂപ്പിനെ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനെ മെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ കാർബൺ ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ. നെയിം ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് എഴുതാം? 2 ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് എഴുതാം. സൾഫോണിക് ആസിഡ് എന്ന് എഴുതാം. അതേപോലെ തന്നെ അടുത്തത് എന്താ, ഇത് മെയിനായിട്ട് എടുക്കുവാണെങ്കിൽ ഇത് ഫസ്റ്റ് കാർബൺ ആയിരിക്കും, ഇത് ഫോർത്ത് കാർബൺ ആയിരിക്കും. അപ്പോൾ നാലാമത്തേലാണ് ക്ലോറിൻ. അപ്പോൾ 4 ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് എഴുതാം. ക്ലിയർ ആണോ? ആരെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ആ സ്ലൈഡ് തരാം. എന്തെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക. ക്ലിയർ ആയിട്ട് എഴുതി പോവുക. ഇത് എല്ലാ ചാപ്റ്ററിൻ്റെയും ബേസ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇത് നല്ലതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററും പെട്ടെന്ന് മനസ്സിലാകും. എഴുതാത്തതോ നെറ്റ്വർക്ക് കണക്റ്റ് വിട്ടു പോകുമ്പോഴൊക്കെ എന്തെങ്കിലും എഴുതാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക. ഓക്കെ, നാലാമത്തേത് എഴുതിക്കോ. നാലാമത്തേത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഈ പേര് പറയുന്ന പോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഓർത്തോപാരാ പൊസിഷനിൽ നൈട്രേഷൻ ചെയ്തപ്പോൾ NO2 ആഡ് ചെയ്തു, സൾഫോണേഷൻ ചെയ്തപ്പോൾ SO3H ആഡ് ചെയ്തു, ഹാലജനേഷൻ ചെയ്തപ്പോൾ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ അത് ആരിലും ആഡ് ചെയ്തു. ആൽക്കൈലേഷൻ ചെയ്യുമ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, CH3 ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ CH2 ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. മനസ്സിലായി? മീഥൈല്, പ്രൊപ്പൈല്, ബ്യൂട്ടൈല്, വെന്റൈല് ഇവരെല്ലാം ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പം ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ, അതായത് ഹാലോ അരീനകത്ത് ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന റിയാക്ഷനെയാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം നമുക്ക്. നോക്കിക്കോളൂ, ഇവിടെ ബെൻസീൻ റിംഗ് ഇങ്ങനെ ഞാനങ്ങ് വരയ്ക്കുകയാണ്. ഇവിടെ Cl. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടക്കണം.
ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ള ഒരു ഗ്രൂപ്പിനെ ആഡ് ചെയ്യണ്ടേ? നോക്കിയോ, CH3Cl, അതായത് മീഥൈൽ ക്ലോറൈഡ് ആണല്ലോ. ഇത് നടക്കണമെങ്കിൽ ഞാനൊരു അൺഹൈഡ്രസ് AlCl3 ആഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൂയിസ് ആസിഡാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ പഠിച്ചാണ്. എന്തിനാണെന്നോ ഇത് ആഡ് ആവുന്നത്? എന്തിനാണ് ആഡ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നേരത്തേക്ക് ഈ AlCl3 എന്ത് ചെയ്യുന്നറിയാമോ? ഇവനെ കട്ട് ചെയ്തിട്ട് ഈ ക്ലോറിനെ പിടിച്ചു വെക്കും. ഈ ക്ലോറിനെ പിടിച്ചു വെച്ചാലല്ലേ ഇവനെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ക്ലോറിനെ കുറച്ച് നേരം പിടിച്ചു വെക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻസിനകത്ത്, ക്ലോറിനുള്ള റിയാക്ഷൻസിനകത്തെല്ലാം AlCl3യും ബ്രോമിനുള്ള റിയാക്ഷനകത്തെല്ലാം AlBr3യുമാണ് യൂസ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നേരത്തേക്ക് ഇത് പിടിച്ചു വെക്കുമ്പോൾ ഇത് AlCl4- അയോൺ എന്ന് പറഞ്ഞൊരു അയോണായിട്ട് മാറും. അപ്പോൾ അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പിന്നീട് ഈ ക്ലോറിനെ തിരിച്ച് വിട്ടുകൊടുക്കും. അത് ഇവനല്ല വിട്ടുകൊടുക്കുന്നത്, ആ റിയാക്ഷൻ മിക്സ്ചറിനകത്തോട്ട് വിട്ടുകൊടുക്കും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണ് ഹാലോഅരിൻ CHCl3 റിയാക്ട് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ട് ബ്രേക്ക് ആവുമെന്ന് വിചാരിക്കുക. രണ്ട് പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാവും. ഒന്ന് ഓർത്തോ പൊസിഷനിൽ ഇവിടെ Cl, ഇവിടെ CH3, പ്ലസ് അടുത്തത് പാരാ പൊസിഷനിൽ നോക്കിക്കോളൂ, ഇവിടെ Cl, ഇവിടെ CH. ഇത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ടൊളുവിൻ, അതായത് ബെൻസീൻ റിംഗിൽ CH3 വന്നു കഴിഞ്ഞാൽ അതിനെ ടൊളുവിൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നെയിം ചെയ്യാം, അല്ലെങ്കിൽ മീഥൈൽ ബെൻസീൻ നെയിം ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, 2-ക്ലോറോ മീഥൈൽ ബെൻസീൻ. ഇത് 2-ക്ലോറോ ടൊളുവിൻ എഴുതാം വേണമെങ്കിൽ, 2-ക്ലോറോ ടൊളുവിൻ. ഇത് 4-ക്ലോറോ ടൊളുവിൻ. ഇനി ഇതേപോലെ തന്നെയുള്ള റിയാക്ഷനാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്. ഈ റിയാക്ഷൻ, അതായത് ആൽക്കൈലേഷൻ എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിനെ കയറ്റുന്നതാണെങ്കിൽ, അസൈലേഷൻ എന്ന് പറയുമ്പോൾ അസൈൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അഞ്ചാമത്തേത് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. നമ്മൾ ഇതേപോലെ തന്നെ ഒരു ബെൻസീൻ റിംഗ് എടുക്കുന്നു, അതിൽ ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്നു. അസൈൽ ഗ്രൂപ്പിന്റെ കാര്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ നോക്കിയോ. 6C+OX ഈ ഒരു ജനറൽ ഇക്വേഷൻ വരുന്നതിനെയാണ് നമ്മൾ അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം അതിൽ 6 എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പും X എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാലജനും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ CH3C+OCl. ഇതിനെ ചില ടെക്സ്റ്റിനകത്തൊക്കെ CH3COCl എന്നായിരിക്കും എഴുതുന്നത്. കണ്ടോ, ഇതിനെയാണ് നമ്മൾ അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുക. ഓക്കെ, ഈ അസൈൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ നമ്മൾ ബെൻസീൻ റിംഗിൽ Cl ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു അസൈൽ ഗ്രൂപ്പ് CH3COCl ആഡ് ചെയ്യാൻ പോകും. ഇതും Cl മാറ്റി നിർത്തിയാൽ മാത്രമേ അസൈൽ ഗ്രൂപ്പ് അവിടെ ആഡ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അൺഹൈഡ്രസ് AlCl3 ഇവിടെയും ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ CO ഒന്ന് അവിടെ ചേരും, COCH3, അതായത് ഇങ്ങനെ നോക്കിക്കോളൂ, ഇവിടെ Cl, ഇവിടെ COCH3 വരുന്നു. അസറ്റോഫിനോൺ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. പ്ലസ് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അടുത്തൊരു പ്രൊഡക്റ്റ് പാരാ പൊസിഷനിൽ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ COCH3 ഉണ്ടാകും. അപ്പം ഇവനെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ഇവനെ വിളിക്കുന്ന പേര് പാരാ ക്ലോറോ, അതായത് ഇവനെ വിളിക്കുന്നത് ഓർത്തോ ക്ലോറോ അസറ്റോഫിനോൺ. ഓർത്തോ ക്ലോറോ അസറ്റോഫിനോണും ഇത് പാരാ ക്ലോറോ അസറ്റോഫിനോണും ആണ്. ഓർത്തോ ക്ലോറോ അസറ്റോഫിനോണും പാരാ ക്ലോറോ അസറ്റോഫിനോണും. അപ്പോൾ COCH3 എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കീറ്റോൺ ഗ്രൂപ്പായിട്ട് മാറി. അത് നമ്മൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിനകത്ത് ഇതിൻ്റെ ഓരോ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും.
ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്ര എഴുതിയതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അഭിരാം ഓക്കെ ആണോ? അഭിരാം ഓക്കെ ആണോ? അഭിരാം കേൾക്കാമോ? ഓക്കെ. നന്ദിത ഓക്കെ സർ. ഓക്കെ. പിന്നെ എല്ലാവരോടും ഓരോരുത്തരോടും ചോദിക്കുന്നില്ല. ഒത്തിരി പേരുണ്ട് ഇന്ന്, ഒരു 30ഓളം പേരുണ്ട് നമുക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ്സിന്. അപ്പം ഓരോരുത്തരോടും എടുത്ത് ചോദിക്കുന്നില്ല. എല്ലാവരും ഒന്ന് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. എവിടെയാണ് ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞും തരും. എവിടെയാണ് ഡൗട്ട് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക്, ഈ ചാപ്റ്ററിനകത്ത് ലാസ്റ്റ് ടോപ്പിക്ക് റിയാക്ഷൻ വിത്ത് മെറ്റലിലേക്ക് പോവാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. റിയാക്ഷൻ വിത്ത് മെറ്റൽ, മൂന്നാമത്തെ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷനാണ്. അപ്പം ആദ്യത്തേത്, ഒന്നാമത്തെ റിയാക്ഷൻ വിത്ത് സോഡിയമാണ്. നമ്മൾ ആൽക്കേൻ പഠിച്ചപ്പോഴും റിയാക്ഷൻ വിത്ത് മെറ്റൽ പഠിച്ചായിരുന്നു. അവിടെ വുഡ്സ് റിയാക്ഷൻ പഠിച്ചു. പിന്നെ അവിടെയാണ് മാഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ മാഗ്നീഷ്യം ഹാലൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ പഠിച്ചു. പിന്നെ ഒരു റിഡക്ഷൻ പഠിച്ചായിരുന്നു ഇല്ലേ? അപ്പം ഇവിടെ അതേപോലെ റിയാക്ഷൻ വിത്ത് സോഡിയം. അപ്പം നമ്മൾ ഇവിടെ ഒരു ഹാലോ ആൽക്കേൻ എടുക്കുന്നു. അതിനെ നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് CH3Cl തന്നെ എടുത്തേക്കാം. ആൽക്കൈൽ ഹാലൈഡുമായിട്ട് സോഡിയത്തിൻ്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ പ്രസൻസിലല്ല, ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ സോഡിയം ആഡ് ചെയ്യുന്നത്. അതായത് 2Na ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാമോ? നോക്കിക്കോളൂ. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് CH3 കണ്ടോ? അതായത് ഇതിങ്ങനെ ബ്രേക്ക് ആയിട്ട് ഈ CH3 വന്ന് ഇതാവുന്നു. എന്നിട്ട് ഈ Cl-ഉം അത് വന്നിട്ട് ഈ Na-യുമായിട്ട് ചേർന്നിട്ട് പ്ലസ് 2NaCl ഫോം ചെയ്യുന്നു. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ആരോ ഒന്നും വരയ്ക്കേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് ഇത് ഇവിടുന്ന് കട്ടാവും. അതായത് ഈ Cl ഇവിടുന്ന് കട്ടാവും. അപ്പോൾ ഈ CH3 ഫ്രീ ആവും. CH3 വന്ന് വേണ്ടി ഇവിടെ ഇരിക്കും. അപ്പോൾ ഈ ക്ലോറിൻ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ആ ക്ലോറിൻ ഇവനുമായിട്ട് വന്ന് ചേർന്നിട്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്യും? ഈ Na-യുമായിട്ട് ചേർന്നിട്ട് NaCl ഉണ്ടാവും. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഈ റിയാക്ഷനെ പറയുന്ന പേര് this reaction is known as Woods Wittig reaction. മറ്റേത് വുഡ്സ് റിയാക്ഷൻ ആയിരുന്നു, ഇത് വുഡ്സ് വിറ്റിഗ് റിയാക്ഷൻ. WURTZ Wittig reaction. Woods Wittig reaction. ഇനി ഇത് തന്നെ വേറൊരു രീതിയിൽ, ഇതിൻ്റെ ഒരു സെഷനാണ്, ഇതിൻ്റെ വേറൊരു ടൈപ്പാണ്. അത് നമ്മൾ ഫിറ്റിക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ജനറലി നമ്മൾ ജസ്റ്റ് ഒരു ബ്രോമോ ബെൻസീൻ എടുക്കുന്നു. ബെൻസീൻ റിങ്ങിൽ ബ്രോമിൻ. അതിനകത്ത് സിംപിളി ഞാൻ എന്ത് ചെയ്യുന്നു? 2 സോഡിയം അങ്ങോട്ട് ആഡ് ചെയ്യാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? ഡ്രൈ ഈതറാണ്. അപ്പം ഇതും 2 എണ്ണം കാണുമായിരിക്കും കേട്ടോ. ഇതും 2 മോളിക്കൂൾ കാണുമായിരിക്കും. എന്നാലേ റിയാക്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഇവിടെ ഇവൻ പൊട്ടും. അപ്പോൾ ഇവിടെ 2 ബ്രോമിനുണ്ട്. ആ 2 ബ്രോമിൻ ഈ 2 Na-യുമായിട്ട് ചേർന്നിട്ട് 2NaBr ഉണ്ടാവും. അപ്പോൾ അവിടെ 2 ബെൻസീൻ റിംഗ് ഉണ്ടല്ലോ. ആ 2 ബെൻസീൻ റിംഗ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ കണ്ണാടിയിലെ നമ്മൾ പണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഓർത്തിരിക്കാൻ വേണ്ടി ഗാന്ധി കണ്ണാടി എന്നായിരുന്നു പറയുന്നത്. പക്ഷേ ഇത് മോഡേൺ കണ്ണാടിയാണ്. അപ്പോൾ അതിൻ്റെ ഡൈഫീനൈൽ എന്ന് പറയുന്ന ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ടാവും. ഇതിനെ ഡൈഫീനൈൽ എന്ന് പറയും. അതായത് ഇവിടെ 2 മോളിക്കൂൾ 2 ബ്രോമോ ബെൻസീനാണ് ചേരുന്നത്. 2 സോഡിയമായിട്ടാണ് ചേരുന്നത്.
രണ്ട് സോഡിയം 2 ബ്രോമിനെയും കൊണ്ട് പോകുമ്പോൾ പിന്നെ 2 ബെൻസീൻ റിംഗ് അവിടെ ഇരിക്കുക. അവർ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡൈഫീനൈൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ഡൈഫീനൈൽ. This reaction is known as fatigue reaction. This reaction is known as fatigue reaction. Fatigue reaction. നമ്മുടെ ലാസ്റ്റ് റിയാക്ഷൻ ആണ്. ഇതിൻ്റെ വേറൊരു ടൈപ്പ് റിയാക്ഷനാണ്. ഞാനൊരു അയോഡോ ബെൻസീൻ എടുക്കുകയാണ്. അയോഡോ ബെൻസീൻ എടുക്കുന്നു. അയോഡോ ബെൻസീനെ ഞാൻ കോപ്പറുമായിട്ട് ഹീറ്റ് ചെയ്യാൻ പോകണം. കോപ്പറുമായിട്ട് ഹീറ്റ് ചെയ്താലും എനിക്ക് കിട്ടുന്നത് ഗാന്ധി കണ്ണാടി പോലെയുള്ളൊരു സാധനമാണ്. ഗാന്ധി കണ്ണാടി എന്ന് പറഞ്ഞാൽ ഗാന്ധി കണ്ണാടി ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു പെൻസിൽ പോലുള്ള മറ്റേ എന്താ പറയുന്നത് നൂൽക്കമ്പി പോലുള്ളൊരു സാധനമാണ്. എനിക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഗാന്ധി കണ്ണാടി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കല്ലേ ഈ പുള്ളിക്ക് ഗാന്ധി കണ്ണാടി അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കല്ലേ. ഓക്കെ, ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് ഡൈഫീനിൽ ഉണ്ടാവും. ഈ റിയാക്ഷനെ ഉൾമാൻ റിയാക്ഷൻ എന്ന് പറയും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഇത് ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ച് കാണുമോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നിങ്ങൾ എഴുതിക്കുക, പരീക്ഷയ്ക്ക് 2-3 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഉൾമാൻ റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഉൾമാൻ റിയാക്ഷൻ. ഒരു റിയാക്ഷനും കൂടെ തരാം. അതായത് നമ്മൾ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്, അതായത് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അറൈൽ മഗ്നീഷ്യം ഹാലൈഡ് എന്ന് പറയുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റും ഉണ്ട്. അറൈൽ ഗ്രൂപ്പുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്, അതും കൂടെ ഒന്ന് എഴുതാം. അതായത് മഗ്നീഷ്യമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ റിങ് Br പ്ലസ് Mg എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ അറൈൽ മഗ്നീഷ്യം കണ്ടോ, ഇവിടെ MgBr ഇങ്ങനെ വന്നു. ഇവനെ നമ്മൾ അറൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് എന്ന് പറയും. അറൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. ഇതും ഗ്രിഗ്നാർഡ് റിയേജന്റ് തന്നെയാണ് കേട്ടോ. ഇതും ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഇതിൻ്റെ റിയൽ നെയിം വേണമെങ്കിൽ ഫീനൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് എന്ന് എഴുതാം കേട്ടോ. റിയൽ നെയിം ഫീനൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് എന്ന് എഴുതാം. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം. ഇത് എഴുതിയെടുത്തെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എൽവീന ജോയിൻ ചെയ്തിട്ടുണ്ടോ? എൽവീന എവിടെ ഉണ്ടോ?